ഇന്നുണ്ടല്ലോ എൻ്റെ കുട്ടികൾക്ക് ഇന്നത്തേക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ മെനു ഇന്നലെ രാത്രി തന്നെ അവർ തീരുമാനിച്ച് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ മോന് ചോറും സാമ്പാറും, മോൾക്ക് കേഡ് റൈസും. അപ്പോൾ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ളതായ കാരണം കൊണ്ട് തയ്യാറാക്കാൻ കുറച്ച് സമയമൊക്കെ വേണ്ട കാരണം ഇന്ന് നേരത്തെ തന്നെ അങ്ങോട്ട് എണീറ്റു കേട്ടോ. കാരണം ഇവർക്ക് എന്നും ഞാൻ ഒരേ ഇത് തന്നെയാണ് കൊടുത്തയക്കാറ്, ഷോർട്ട് ബ്രേക്കിനും ലഞ്ച് ബ്രേക്കിനും. അതായത് മോനും മോൾക്കും വേറെ വേറെ എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ ഇത്തവണ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാമ്പാർ മോൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കേർഡ് റൈസ് മോന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരി, രണ്ടുപേർക്ക് രണ്ട് തരത്തിലായിക്കോട്ടെ. വല്ലപ്പോഴൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് നമുക്ക് നമ്മളുടെ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. 5:30-ക്കാണ്. ഞാൻ സാധാരണ 6 മണി അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ എണീക്കാറ്. 5:30 ആയപ്പോഴേക്കും എണീറ്റു. കാരണം നമുക്ക് സാവധാനത്തിൽ എല്ലാം റെഡിയാക്കി എടുക്കാം, പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. 5:30 എന്ന് പറയുമ്പോൾ ഇത് കേൾക്കണം മിക്കവർക്ക് അത്ര വലിയ നേരത്തെ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ 3:30 3:45 നേരത്തെ കിടന്നുറങ്ങിയിട്ട് 5:30-ക്ക് എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഖമുള്ള കാര്യമില്ല എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. അപ്പോൾ 3:30 ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രാത്രി ഇവരൊക്കെ കിടന്നുറങ്ങിയതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യലൊക്കെ. അത് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിലൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും ആ ഒരു സമയമാവും എന്നും. അപ്പോൾ രാവിലെ 6:30-ക്കായാലും എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ കണ്ണൊക്കെ തുറക്കാൻ പറ്റില്ല. എന്നാലും പിന്നെ കുട്ടികൾക്ക് ഇത് കൊടുത്തയക്കേണ്ട കാരണം നമ്മൾ എണീറ്റ് ഉഷാറിൽ അങ്ങോട്ട് ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് കിടന്നുറങ്ങാനായിട്ട് തോന്നുക. പക്ഷെ കുട്ടികൾ അപ്പോഴേക്കും വരുന്ന സമയമാവും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അവർ കളിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് കയറി വരവും പോക്കും ഒക്കെ ആവും. അപ്പോൾ സാറ്റർഡേ സൺഡേക്ക് ആകുമ്പോഴാണ് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് വൈകിട്ട് കിടക്കുക. എന്തായാലും പറഞ്ഞ് ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ മാറിപ്പോയി. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ, ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ തലേദിവസത്തെ ചോറുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വറക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ തിളപ്പിച്ച് വറക്കാൻ വേണ്ടി വെള്ളം ഫസ്റ്റ് അടുപ്പത്ത് വെച്ച് പരിപ്പും വേവിക്കാൻ വെച്ചു. പിന്നെ ഈ പച്ചക്കറിയൊക്കെ അത് സെപ്പറേറ്റ് ഞാനൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ കുടിക്കാനുള്ള വെള്ളം വെക്കണമായിരുന്നു, അത് തീരെ ഉണ്ടായിരുന്നില്ല. ഞാനത് എന്താ വെച്ചാൽ വെള്ളം പിന്നെ കഴിയുകയും ചെയ്തു കേട്ടോ. നമുക്ക് ഈ ഒരു ഇതല്ലേ കൊണ്ടുവരുന്നത്, ക്യാനുകളല്ലേ. അപ്പോൾ അത് ആ ഒരു ഷോപ്പിലേക്ക് വിളിച്ച് പറയാൻ മറന്നുപോയി. അപ്പോൾ വെള്ളം ഉള്ളത് ഞാൻ കുട്ടികൾക്ക് കൊടുത്തയക്കാമെന്ന് വെച്ചിട്ട് ഉള്ളത് വെച്ച് തിളപ്പിച്ചിട്ട് അത് ചൂടാറാൻ വേണ്ടി ഞാൻ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഇനി പിന്നെ എക്സ്ട്രാ വെള്ളം അതിൽ ചേർക്കാനും ഇല്ല. പിന്നെ എനിക്ക് ഇങ്ങനെ പച്ചവെള്ളം മിക്സ് ചെയ്ത് കൊടുത്തയക്കാൻ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഉള്ളത് അവർക്ക് കൊടുത്തയച്ച് 8 മണിയൊക്കെ ആവും ആ ഷോപ്പ് തുറക്കാൻ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്കത് വിളിച്ച് പറഞ്ഞാൽ അവർ വേഗം കൊണ്ടുതരും. അങ്ങനെ വിചാരിച്ച് വെള്ളമൊക്കെ കുടിക്കാനുള്ളത് അടുപ്പത്ത് വെച്ച് പച്ചക്കറിയൊക്കെ നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുമ്പളങ്ങയും അതുപോലെ മത്തങ്ങയും ഞാനൊരു കഷ്ണം ഇടണ്ട്. എപ്പോഴും സാമ്പാർ വെക്കുമ്പോൾ ഇങ്ങനെ മത്തങ്ങ ഒരു കഷ്ണം ഒന്ന് കിടന്നു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും സാമ്പാറിന്. അതുപോലെ ഇപ്രാവശ്യം ഞാൻ 2 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. വെണ്ടക്കായ, തക്കാളി, മുരിങ്ങക്കായ, സവാള ഒക്കെ ആയിട്ട്. പിന്നെ മെഴുക്ക് പുരട്ടി അങ്ങനത്തെ ഒന്നും സംഭവം വേണ്ടാന്ന് പറഞ്ഞു മോനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കേഡ് റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മോന് ഷോർട്ട് ബ്രേക്കിന് കേഡ് റൈസ് മതി. മോൾക്ക് വെച്ചാൽ ഷോർട്ട് ബ്രേക്കും ലഞ്ച് ബ്രേക്കിനും കേഡ് റൈസ് മതി എന്ന് പറഞ്ഞു. ഞാൻ വല്ല ഫ്രൂട്ട്സ് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചതാണ് ഷോർട്ട് ബ്രേക്കിന്. അപ്പോൾ ഉണ്ട് നല്ല കാര്യം, മോള് പറഞ്ഞു 2-നും കേഡ് റൈസ് മതിയെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ അതിൻ്റെ ഇടയിൽ കൂടെ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഞാൻ ഇത് നമുക്ക് ഇതുണ്ടല്ലോ കേഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബാസ്മതി റൈസ് തന്നെ എടുത്തേക്കുന്നുണ്ട്. സാധാരണ ഞാൻ ജീര റൈസ് കൊണ്ടാണ് കേഡ് റൈസ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ജീര റൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാസ്മതി റൈസ് ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചൊക്കെ എടുത്ത് ഊറ്റി വെച്ചിട്ട് പിന്നെ കേഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കി. ഇതത് എന്നിട്ടോ കുടിക്കാനുള്ള വെള്ളം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനും രാവിലെ നമുക്ക് കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ച് ഫാനൊക്കെ ഇട്ട് അങ്ങനെ നമുക്ക് കുട്ടികൾ പോകാറായപ്പോഴേക്കും അത് ചൂടൊക്കെ ആറി കിട്ടി. പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്കിനി പതുക്കെ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അങ്ങനെ ശരിയാക്കി വെച്ചാൽ ഒരു സമാധാനമായി. അല്ലെങ്കിൽ ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ രാത്രി അത് നോക്കിയില്ലെങ്കിൽ തിളപ്പിച്ച് വെക്കാൻ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. കുട്ടികൾ പോണ നേരം ആകുമ്പോഴാകും ഞാൻ കുടിവെള്ളമില്ലല്ലോ, അത് അപ്പം തന്നെ എടുത്ത് ചിലപ്പോൾ ഒന്നിങ്ങനെ ചൂടിങ്ങനെ കയറി വരുമ്പോഴേക്കും എനിക്ക് കൊടുത്തയക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേഗം തന്നെ റെഡിയാക്കി വെച്ചതാണ് ഞാൻ.
പിന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചു. പരിപ്പ് ഞാൻ വിസിൽ വരുത്താനായിട്ട് വെച്ചില്ല. എനിക്ക് ഈ കുക്കർ എന്താണെന്ന് അറിയില്ല, ഭയങ്കര പേടിയാണ് ഇപ്പോൾ. ഈ കുക്കർ ഇങ്ങനെ ഇടയ്ക്ക് വിസിൽ ഇങ്ങനെ വെള്ളം കുറച്ചാണ് കൂടുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളച്ച് പൊന്തി ഇങ്ങനെ വരും വെള്ളം. അപ്പോൾ പൊതുവേ ഇപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വാർത്തകൾ കേൾക്കണ കാരണം ഭയങ്കര പേടി എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇങ്ങനെ സ്റ്റീമൊക്കെ വരുമ്പോൾ അത് സിമ്മിലിട്ട് അവിടെ വെച്ചു. പിന്നെ പച്ചക്കറിയൊക്കെ നുറുക്കാനുള്ളതൊക്കെ നുറുക്കി വേവിക്കാനായിട്ട് അടുപ്പത്തൊക്കെ വെച്ച്, പിന്നെ പുളി നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാനുള്ളത് അതും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ടൊക്കെ വെച്ചു. ഞാൻ ഇതെന്ത് ചെയ്തു എന്നറിയോ, ഇതിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ചെയ്യാത്തൊരു മണ്ടത്തരം ചെയ്തു. പച്ചക്കറിയൊക്കെ നുറുക്കി ഞാനിങ്ങനെ ഈ പച്ചമുളകും തക്കാളിയൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ നുറുക്കി ഇട്ടിട്ട് വെള്ളത്തിലിടാറില്ല. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ ഇത് നുറുക്കണതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകൊക്കെ നുറുക്കി വെള്ളത്തിലൊന്നും കൂടി കൈ വെച്ച് നന്നായിട്ടാണ് കഴുകി കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ രണ്ടു ഭയങ്കര പുകച്ചിൽ. ഞാനിങ്ങനെ ആലോചിക്കും, ഇത് എന്താണ് ഇപ്പം ഞാൻ പച്ചമുളക് ജസ്റ്റ് എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ അരിഞ്ഞല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഈ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുള്ള വെള്ളത്തിൽ കൈയിട്ട് അലമ്പി അതൊന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് പണി കിട്ടിയത് അപ്പം മനസ്സിലായത്. അപ്പം എന്തായാലും ദാ ഇതുപോലെ. എന്നിട്ട് പിന്നെ ഞാൻ ഈ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് അത് സിമ്മിൽ വെച്ചിട്ട് എൻ്റെ ഭാഗ്യത്തിന് ഞാനത് ആ ഒരു സമയത്ത് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി നേരം കഴിഞ്ഞെങ്കിൽ പണി കിട്ടിയാണ് എനിക്ക്. പിന്നെ ഞാനുണ്ടല്ലോ, ഇത് തണുത്ത ചോറുണ്ടല്ലോ വാർത്ത് വയ്ക്കാൻ വേണ്ടി തലേദിവസം വെച്ച ചോറ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വാർത്ത് അങ്ങനെ വെച്ചിട്ട് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, രാത്രി ആകുമ്പോഴത്തേക്ക് കളയും. അതെടുക്കേ ഇല്ല, ഇന്ന് വെച്ച ചോറ് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഇതാക്കിയിട്ട് ഞാൻ സാധാരണ ഈ വെണ്ടയ്ക്ക അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വറുത്ത പോലെ ഇങ്ങനെ വറുക്കല്ല, ഒന്ന് ചൂടാക്കി എടുക്കും. അതിൻ്റെ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാൻ, പച്ചമണം പോലെ ഉണ്ടാവില്ല, അതൊക്കെ പോകാൻ. ഇപ്രാവശ്യം അതൊന്നും ചെയ്തില്ല. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇതിലേക്കിട്ടിട്ട് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അങ്ങോട്ട് അടുപ്പത്ത് വയ്ക്കുക ചെയ്തേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഈ കേട് റൈസിനുള്ള റൈസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായല്ലോ, അത് വെന്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് കഴിഞ്ഞ് റൈസ് ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്ന് ഓർത്തത്. അങ്ങനെ അതിൽ ഉപ്പൊക്കെ ചേർത്ത് പിന്നെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തു. പിന്നെ നമുക്ക് മോന് ചോറും സാമ്പാറാണല്ലോ, അപ്പോൾ ആ ചോറ് അതിനുള്ള അരി കഴുകാൻ വേണ്ടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായി കഴുകി അതും അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കും. എന്നിട്ട് ഞാൻ അടച്ചു വയ്ക്കും കേട്ടോ. അടച്ചു വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ട് വാർത്ത് വയ്ക്കുക ചെയ്യാം. അങ്ങനെ ചെയ്യാം ഞാൻ ഈ ഒരു പൊന്നേരി. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ടത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേട് റൈസിനുള്ള ബാസ്മതി റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെണ്ടക്കായ ഞാൻ നേരത്തെ പച്ചക്കറി ചേർത്തപ്പോൾ കൂടെ ചേർത്തില്ല, എല്ലാ പച്ചക്കറി ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഞാൻ അത് ചേർക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ കേഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള പോമഗ്രാനൈറ്റ്, അതായത് നമ്മുടെ മാതള നാരങ്ങ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്രൂട്ട് വാങ്ങി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കേഡ് റൈസ് ഉണ്ടാക്കാൻ തോന്നും. കേഡ് റൈസിന് ആ ഒരു ടേസ്റ്റ് ശരിക്കും വരണമെങ്കിൽ ഈ പോമഗ്രാനൈറ്റും ക്യാരറ്റും ഒക്കെ ചേർക്കണം. എനിക്ക് അത് കാരണം കൊണ്ട് ഞാൻ കേഡ് റൈസ് ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. അപ്പം മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനൊക്കെ ഞാൻ അതെടുത്ത് കഴിക്കും.
അപ്പോൾ കുട്ടികൾക്കും അത് ഇഷ്ടം കാരണം നമ്മൾ സാധാ പ്ലെയിൻ ആയിട്ട് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നേക്കാളും ഇതുപോലെ ഇങ്ങനെ അതിൽ ആ ഒരു തൈരിൻ്റെ വല്ലാത്ത പുളിയുള്ള തൈരല്ല ചേർക്കണേ, എന്നാലും ചെറിയ ആ ഒരു ടേസ്റ്റും ഈ ഒരു മധുരവും ഒക്കെ കൂടിയാകുമ്പോൾ എരിവും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അത്. പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കണേലും നല്ലത് ഇങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഇത് നന്നായി വെന്ത് വന്നു. അതിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ചത് ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിലേക്ക് ഉപ്പ് പിന്നെയും വേണ്ടി വന്നു. നമ്മൾ പരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് വീണ്ടും ചേർത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ടായി, മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറേശ്ശെ ഞാൻ ചേർക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഈ സാമ്പാർ മസാലയാണ് ചേർക്കണമെന്ന് വെച്ചാലും അത് മാത്രമാകുമ്പോൾ വലിയ ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ ഞാൻ ഒരിത്തിരി മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കും. പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് സാമ്പാർ മസാലയും ചേർക്കാം. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് തിളച്ച് ഒന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് സാമ്പാർ മസാലയും കൂടി അതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ പരിപ്പിലേക്കും കഷ്ണത്തിലേക്കും ഒക്കെ ഒന്ന് പുളി പിടിക്കും. എന്നിട്ട് ഈ ഒരു സാമ്പാർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രാഹ്മിൻസിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ബ്രാഹ്മിൻസിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിരുന്നത്. പിന്നെ 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 എന്താണെന്നറിയില്ല, അതിന് ടേസ്റ്റ് ഇല്ലാണ്ടായി തുടങ്ങിയ പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ വീണ്ടും ബ്രാഹ്മിൻസിൻ്റെ തന്നെ, പണ്ട് ഞാനിതാ യൂസ് ചെയ്തിരുന്നത്, ഇപ്പോൾ വീണ്ടും അത് തന്നെ എടുത്തു. അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുള്ളൂ. കായത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരും ഈ ഒരു മസാലയിൽ. അപ്പോൾ അങ്ങനെ നമ്മളുടെ സാമ്പാറൊക്കെ തിളയ്ക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് കേർഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള റൈസ് ചൂടൊക്കെ ആറി. അപ്പോൾ ഞാൻ അതിലേക്ക് കട്ടി തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ തൈര് മാത്രം ചേർത്താൽ മതി ഇങ്ങനെ ആലോചിച്ചിട്ട്, അല്ലാതെ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഇതിൽ പാലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെയാണ് അത് ഓർമ്മ കിട്ടിയത്. അപ്പോൾ വേഗം തന്നെ ഞാൻ പാലെടുത്ത് ഒഴിച്ചിട്ടു. പാല് ഞാൻ തിളപ്പിച്ചിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പം ഞാനത് അങ്ങനെ തന്നെ എടുത്ത് പിന്നെ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നമ്മൾ ചൂടാക്കി തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതല്ലോ. അപ്പോൾ അതങ്ങനെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പോമഗ്രാനറ്റ് ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായല്ലോ അതും ചേർത്തു. ക്യാരറ്റ് ഇത് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടണം കേട്ടോ. അത് കുറച്ചിട്ട് കൊടുത്തു. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അത് വറുത്തിടാം. വറുത്തിട്ട് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ സാമ്പാറിനുള്ള വറവും റെഡിയാക്കി. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വേറെ ഒരു പാത്രം എടുത്തതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കയ്യോടെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ചത്. സാമ്പാറിനുള്ള വറവും അതിൻ്റെ കൂടെ തന്നെ കേർഡ് റൈസിലൊന്നുമില്ല. നമ്മൾ സാമ്പാറിന് ഞാൻ വെളിച്ചെണ്ണ എടുത്ത കേർഡ് റൈസിലേക്ക് ഇതാണ് സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ കടുക് ചേർത്തു. പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കതിലേക്ക് പരിപ്പ്, ഉഴുന്ന്, കപ്പലണ്ടി, പിന്നെ 2 ഉണക്കമുളകും കൂടി പൊട്ടിച്ച് അതിൽ ചേർത്തിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വറവ് റെഡിയായി. ഇനി അത് കേർഡ് റൈസിലേക്ക് ഒഴിച്ച് ഒക്കെ കൂടി മിക്സ് ചെയ്യാം. കണ്ടില്ല, ഇതിൽ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഇതായിരിക്കും. അത് കഴിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കടിക്കാൻ കിട്ടും. അതിന് വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ പല പല നമ്മുടെ രസമുകുളങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് ഉണർന്ന് വരും. അങ്ങനത്തെ ഒരു ഇതാണ് നമുക്കത് കഴിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ മധുരവും എരിവും ഒക്കെ കൂടി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ റെഡിയാക്കി വന്നപ്പോൾ മോനും കേർഡ് റൈസ് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തു കേട്ടോ. പോമഗ്രാനറ്റും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഒക്കെ കൂടി മിക്സ് ചെയ്ത്. പിന്നെ മോന് എക്സ്ട്രാ ഒരു ബോക്സും കൂടി അവന് തിരിച്ചു വരുമ്പോൾ ബസ്സിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറൊരു ടിഫിൻ ബോക്സിൽ കുറച്ച് സാമ്പാറും ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അങ്ങനെയെല്ലാം റെഡിയാക്കി അവരങ്ങോട്ട് പറഞ്ഞയച്ചു. ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ചധികം ലെങ്തി ആയിട്ടുള്ളതാണെന്ന് അറിയാം. നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ ഒട്ടും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.